ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല്യ സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കേണ്ട ഭാഗം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കി, സൂര്യനെ പോലെ തിളങ്ങുന്നതായ കർത്താവ്, അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രങ്ങളുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ശാസ്ത്രലോകം പറയപ്പെടുന്നത് ഇന്ന് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ നക്ഷത്രമായിരിക്കുന്നതായ അല്ലെങ്കിൽ വസ്തുവായിരിക്കുന്ന സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില എന്ന് പറയപ്പെടുന്നത് ഏകദേശം 10,000 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നീതി സൂര്യനായിരിക്കുന്നതായ കർത്താവിൻ്റെതായ പ്രഭ എന്ന് പറയപ്പെടുന്നത് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലും ആകുമോ നിൻ മുഖകാന്തി പോലെ എന്ന് ഗായകർ ആർത്തുപാടുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തുവിനെ പൂർണ്ണമായും ഒരു പ്രകാശത്തിനകത്ത് നിൽക്കുന്നതായ വ്യക്തിയായി യോഹന്നാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ ശരീരകാന്തി എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലെ അഗ്നിജ്വാലയ്ക്കൊത്തതുപോലെ, അതിൻ്റെ 15-ാമത്തെ വാക്യം പറയപ്പെടുന്നത് ചുട്ടുപഴുത്ത വെള്ളോടിന് തുല്യം. പിന്നെ പറയപ്പെടുന്നത് 1 യോഹന്നാൻ 1:5 പറയപ്പെടുന്നത് സൂര്യൻ നമ്മുടെ രക്ഷകൻ അല്ലെങ്കിൽ വെളിച്ചമാകുന്നു. കർത്താവിൻ്റെ ആ പ്രകാശത്തെക്കുറിച്ച് വർണ്ണിക്കുവാൻ പല ഉപാധികളെയും അവലംബിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. തിരുവെഴുത്തുകളിൽ പ്രകാശത്തെക്കുറിച്ച് പറയപ്പെടുന്നു, അത് സത്യത്തെ ആകുന്നു വെളിപ്പെടുത്തുന്നത്. കർത്താവ് നീതി സൂര്യനാകുന്നു. നിന്റെ പ്രകാശം സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ എന്ന് സങ്കീർത്തനം 43:3 പ്രതിപാദിക്കുന്നു. ആ സത്യപ്രകാശം നമ്മെ നടത്തപ്പെടുന്നു. ദൈവത്തിൻ്റെ വചനം സത്യമാകുന്നു എന്ന് യോഹന്നാൻ 17:17 പ്രതിപാദിക്കുന്നുണ്ട്. ആയതുപോലെ തന്നെ അവൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരുന്നു. സങ്കീർത്തനം 119:105 പ്രതിപാദിക്കുന്നു. അപ്പോൾ ദൈവം നീതി സൂര്യനാകുന്നു, സത്യമാകുന്നു, അവിടെ കളങ്കമില്ല, ഇരുട്ടില്ല, എല്ലാം പ്രകാശപൂർണമാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയപ്പെടുന്നത് മൂർച്ചയേറിയ ഇരുവായ് തലയുള്ള വാൾ അവൻ്റെ വായിൽ നിന്നും പുറപ്പെടും. ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവ തിരുവചനം ഇരുവായ് തലയുള്ളതായ മൂർച്ചയേറിയതായ ഏത് വാളിനേക്കാളും മൂർച്ച ഉള്ളതാകുന്നു എന്ന് പ്രതിപാദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവെഴുത്തുകൾ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറയപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ നാം എടുത്ത് വിനിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വിളിച്ചു പറയുമ്പോൾ ഓർക്കുക, ആ വചനങ്ങൾ നമ്മെ ഓരോരുത്തരെയും അത് ശോധന ചെയ്യുന്നു, നമ്മെയും അതിൻ്റെ വിധിക്കുന്നു, നമുക്കും അത് മുറിവേൽക്കും, നമ്മുടെ ചിന്തനകളെയും ഛേദിക്കപ്പെടുമെന്ന് ഓർത്തിരിക്കുക. അതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് ഇവിടെ എഴുത്തുകാർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭക്തന്മാർ വെളിപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കുന്നു. ഇത് ഒന്നുകിൽ നമ്മെ അല്ലെങ്കിൽ നമ്മിൽ നിന്നും പാപത്തെ ഛേദിച്ചു കളയുന്നു, അല്ലെങ്കിൽ നമ്മെ തന്നെ എന്ത് ചെയ്യുന്നു, ദൈവസന്നിധിയിൽ ഛേദിച്ചു കളയാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ആർത്തു മാറ്റുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഓർത്തിരിക്കാം. ആയതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ജീവശ്വാസമാകുന്നു. ഉൽപ്പത്തി 2:7 മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6 പറയപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെതായ ജീവൻ നിലനിൽപ്പ് നിത്യജീവനായുള്ളതായ ആ ഒരു ഒരുക്കം പ്രയാണമെന്ന് പറയപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ആസ്പദമാക്കി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ജീവനാകുന്നു, പ്രകാശമാകുന്നു, വാളാകുന്നു, അത് ജീവനാകുന്നു ദൈവത്തിൻ്റെ വചനമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 7 സഭകളെ കുറിച്ച് നാം വീണ്ടും പഠിക്കേണ്ടിയിരിക്കുന്നു. വരുന്നതായ നാളുകളിൽ നമുക്ക് ആ 7 സഭകളെ പഠിക്കാൻ സാധിക്കും. ആ സമയത്ത് 7 നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഈ സമയങ്ങളെല്ലാം ദൈവത്തിൻ്റെതായ ആ ആത്മാവിൻ്റെതായ പ്രവർത്തനങ്ങൾ, ജീവൻ്റെതായ കരുതലുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയപ്പെടുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു എന്ന് പ്രതിപാദിക്കാൻ കാണാൻ സാധിക്കും. പ്രിയ സഹോദരൻ, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യകരം എന്ന് പറയപ്പെടുന്നത് ഈ അന്ത്യനാളിലായിരിക്കും നമുക്ക് ശേഷിപ്പ് സഭയുടേതായ അംഗങ്ങളായിരിക്കും നമുക്ക്
ദൈവത്തിൻ്റെ വചനങ്ങളുടെ ശക്തി, അതിൻ്റെ മാഹാത്മ്യം, അതിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൽ ലഭിക്കുന്നതായ കരുതലിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. നീതിസൂര്യനായിരിക്കുന്നതായ കർത്താവിൻ്റെതായ ആ മുഖപ്രകാശം നിങ്ങളിൽ പ്രകാശപൂർണ്ണമായി നിങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശപൂർണ്ണമാക്കി മാറ്റുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, നീതിസൂര്യനായിരിക്കുന്ന കർത്താവിൻ്റെതായ മാറ്റമില്ലാത്തതായ വായ്മൊഴികളെ കേൾക്കുവാൻ നൽകിയിരിക്കുന്ന സൗഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, അവിടുത്തെ മക്കളുടെ മേലുണ്ടായിരിക്കുന്നതായ എല്ലാ ബലഹീനതയും ദൂരീകരിച്ച് പ്രകാശപൂർണ്ണമാക്കി തീർക്കുവാൻ വചനങ്ങളെ മുഖാന്തരമാക്കി തീരുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തതായ കൃപകളാൽ അവരിൽ പറ്റിയിരിക്കുന്നതായ എല്ലാ പാപകരമായ അവസ്ഥകളെയും വെടിപ്പാക്കി വചനത്താൽ നീതീകരണത്തിൻ്റെതായ പാതകൾ നടത്തപ്പെട്ട് ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുത്തെ കൃപകളാൽ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.